കേരള ഫീഡ്സ് കമ്പനി ലിമിറ്റഡ് കരുനാഗപ്പള്ളി യൂണിറ്റിൽ സർക്കാർ സ്ഥിര നിയമനം നൽകിയ നോമിനികൾക്ക് നിയമന ഉത്തരവ് നൽകുന്ന ഔപചാരിക ചടങ്ങ് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചറാണി അവർകൾ 2025 ഫെബ്രുവരി 19 ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതമായ പാൽ, ആരോഗ്യമുള്ള പശു എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റി കേരളത്തിലെ ക്ഷീര കർഷകർക്ക് ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള കാലിത്തീറ്റ സ്ഥിരമായി ലഭ്യമാക്കുക എന്ന സുപ്രധാന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി 1998 തൃശൂർ ജില്ലയിലെ കല്ലേറ്റുംകരയിൽ സംസ്ഥാന സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ കേരള ഫീഡ്സ് ലിമിറ്റഡ് കമ്പനി പ്രതിദിനം 500 മെട്രിക് ടൺ ഉൽപാദനശേഷിയോടെ പ്രവർത്തനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ക്ഷീരകർഷകരുടെ കാലിത്തീറ്റയ്ക്കുള്ള ആവശ്യകത കണക്കിലെടുത്ത് 2006 ഉൽപാദനശേഷി 500-ൽ നിന്നും 650 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചു. കർശനമായ ഗുണമേന്മ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന കേരള ഫീഡ്സിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള വർദ്ധിച്ചുവന്ന ആവശ്യകത കണക്കിലെടുത്ത് കരുനാഗപ്പള്ളിയിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിദിനം 300 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള ഈ യൂണിറ്റ് 2012 സ്ഥാപിച്ചു. ഇതിനുശേഷം 2016 പ്രതിദിനം 300 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള ഒരു ഫാക്ടറി കോഴിക്കോട് ജില്ലയിലെ തിരുവങ്ങൂരിൽ ആരംഭിക്കുകയും 2020 പ്രതിദിനം 500 മെട്രിക് ടൺ ഉൽപാദനശേഷിയുള്ള മറ്റൊരു ഫാക്ടറി ഇടുക്കി ജില്ലയിലെ അരിക്കുഴയിലും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇവ കൂടാതെ മലപ്പുറം ജില്ലയിലെ ആദവനാട് ധാതുലവണ മിശ്രിത ഫാക്ടറിയും പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ TMR-ഉം കോഴിത്തീറ്റയും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയും കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. 1999-2000 സാമ്പത്തിക വർഷം 27 കോടി രൂപയുടെ പ്രതിവർഷ വിറ്റുവരവോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കേരള ഫീഡ്സ് ലിമിറ്റഡ് കമ്പനി നിലവിൽ പ്രതിവർഷം 600 കോടിയോളം രൂപയുടെ വിറ്റുവരവിലേക്ക് വളർന്നിരിക്കുന്നു. 2010 ജനുവരി 17 ശിലാസ്ഥാപനം നടത്തിയ കരുനാഗപ്പള്ളിയിലെ ഈ ഫാക്ടറിയുടെ ഉദ്ഘാടനം 15/2/2011 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ നിർവഹിക്കുകയും 31/3/2012 വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപാദനം ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. ഈ മഹത് സ്ഥാപനം കൊല്ലം ജില്ലയുടെ അഭിമാനമായി കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിലേക്ക് ഫാക്ടറി നിർമ്മാണത്തിനായി 43 കുടുംബങ്ങളിൽ നിന്നും ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു. വസ്തുവിന് പകരം കമ്പനിയിൽ ജോലി എന്ന സർക്കാരിന്റെ നയപ്രകാരം ദിവസവേതനാടിസ്ഥാനത്തിൽ ഈ യൂണിറ്റിൽ ജോലിയെ പ്രവേശിച്ച 30 കുടുംബങ്ങളുടെ നോമിനികളിൽ കമ്പനിയുമായി കരാറിലേർപ്പെട്ട 25 കുടുംബങ്ങളുടെ നോമിനികൾക്ക് സ്ഥിര നിയമനം നൽകുന്നതിന് 24/1/2025 സർക്കാർ ഉത്തരവായി. തുടർന്ന് അവർക്കുള്ള സ്ഥിര നിയമന ഉത്തരവുകൾ കൈമാറുന്ന ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി MLA ശ്രീ CR മഹേഷ് അധ്യക്ഷത വഹിച്ചു. ശ്രീ K. ശ്രീകുമാർ, ശ്രീ ഷിബു AT, ശ്രീ B. ശ്രീകുമാർ, ശ്രീമതി S. ഗീതാകുമാരി, ശ്രീമതി ബിന്ദു വിജയകുമാർ, ശ്രീമതി സുനിത അശോക്, ശ്രീ A. ബഷീർ, ശ്രീ സിദ്ധാർത്ഥൻ T, ശ്രീ ബിനു PN, ശ്രീ PR വസന്തൻ, ശ്രീ MK തങ്കപ്പൻ, ശ്രീ J. ജയകൃഷ്ണപിള്ള, ശ്രീ രാജൻ പിള്ള, ശ്രീ I. ഷിഹാബ്, ശ്രീ ചിറ്റുമുല നാസർ, ശ്രീ അനിൽകുമാർ, ശ്രീ ഷൌക്കത്ത്, ശ്രീ റെജി എന്നിവർ പങ്കെടുത്തു. ശ്രീമതി സീന G കൃതജ്ഞത അർപ്പിച്ചു.